بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈ മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വമുடைய ദാത്തുകൊണ്ട് അവന്റെ മഹനീയ സിംഹാസനത്തിനുപരിയിലാണെങ്കിലും അല്ലാഹു അവന്റെ സൃഷ്ടികളെ സദാ നിരീക്ഷിക്കുകയും അവരെ കേൾക്കുകയും കാണുകയും സസൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു അടിയാറുകളെ നിരീക്ഷിക്കുന്നു, സൂക്ഷ്മമായി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന ബോധം ഒരടിയാനിൽ ഉണ്ടാകുമ്പോൾ അതാണ് മുറാഖബത്തുല്ലാഹ്. ഒരു ദാസൻ അവൻ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലും അള്ളാഹുവിന്റെ നോട്ടത്തിലുമാണുള്ളത് എന്ന് പറയുന്നതിന്റെ താല്പര്യം, ദാസന്മാർ അള്ളാഹുവെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇപ്രകാരമാണ്: ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് പ്രവർത്തിച്ചാലും, എന്ത് വിചാരിച്ചാലും അതെല്ലാം സൃഷ്ടിപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിന്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും കഴിവിന്റെയും
ഉള്ളിലാണ്. അതിൽ നിന്ന് മാറി ഒഴിഞ്ഞ് ഒന്നും പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നൽകിയ വസിയത്തിൽ അബൂദർ പറയുകയാണ്, ഔസാനി ഖലീലി അൻ അഖ്ഷല്ലാഹ് ഫഇൻ ലം അകുൻ അറാ ഫഇന്നഹു യറാനി. എന്റെ ഖലീലായ റസൂലുള്ളാഹ് എന്നെ വസിയത്ത് ചെയ്തു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിനോട് നൽകിയ വസിയത്ത്? അൻ അഖ്ഷല്ലാഹ്, ഞാൻ അല്ലാഹുവെ ഭയന്ന് ജീവിക്കണം. ഫഇൻ ലം അകുൻ അറാ ഫഇന്നഹു യറാനി, ഞാൻ അല്ലാഹുവെ കാണുന്നില്ലെങ്കിലും അല്ലാഹു എന്നെ കാണുന്നു, അതിനാൽ ഞാൻ അല്ലാഹുവെ ഭയന്ന് ജീവിക്കണം എന്ന് എന്നോട് എന്റെ ഖലീൽ വസിയത്ത് ചെയ്തു എന്നാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു അസറിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഉഅ്ബുദില്ലാഹ് കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്ക്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ അല്ലാഹു കാണുന്നു, അറിയുന്നു എന്നുള്ളത് നേരാണ്. പക്ഷെ അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ല. അല്ലാഹുവെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ അല്ലാഹുവിന് മുന്നിൽ എങ്ങനെയായിരിക്കും ഇബാദത്ത്? അത്ര ആത്മാർത്ഥതയിൽ, ഭവ്യതയിൽ, ഭയപ്പാടിൽ നിന്റെ ഇബാദത്ത് നിർവഹിക്ക് എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം, സല്ലി സ്വലാത്ത മുവദ്ദിഅ ഫഇൻ ലം തറാ ഫഇന്നഹു യറാക്, നീ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ നമസ്കരിക്കുമ്പോൾ ഒരു വിട വാങ്ങുന്നവന്റെ നമസ്കാരം നിർവഹിക്കുക. അഥവാ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ അവസാനത്തെ നിസ്കാരം, ഈ നിസ്കാരത്തിന് ശേഷം ഞാൻ മലക്കുൽ മൗത്തിന് കീഴ്പ്പെടുകയാണ്, ഞാൻ മയ്യത്ത് കട്ടിലേക്ക് പോവുകയാണ്, ഞാൻ ദുനിയാവിനോട് വിട വാങ്ങുകയാണ് എന്നൊരാൾ അറിഞ്ഞാൽ അയാളുടെ അവസാനത്തെ നമസ്കാരം എങ്ങനെയായിരിക്കും? ആ നമസ്കാരം നീ നമസ്കരിക്ക്. കാരണം ഫഇൻ ലം തകുൻ തറാ ഫഇന്നല്ലാഹ യറാക്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെയെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ ഭൗതിക ലോകത്തെ ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെ, വിശിഷ്യ അമലുകളെ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെ, അതിൻ്റെ ഒരു അടിസ്ഥാനം പഠിപ്പിക്കുകയാണ്. അല്ലാഹു നിരീക്ഷിക്കുന്നു, അല്ലാഹു കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു എന്ന ബോധത്തിൽ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുക, ദുനിയാവിൽ ജീവിക്കുക. ഇഹ്സാൻ എന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു. അപ്പോൾ ഈ ഒരു ബോധം അഥവാ മുറാഖബത്തുല്ലാഹ്, അല്ലാഹു നിരീക്ഷിക്കുന്നു എന്ന ഒരു ബോധം, അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളെ ഭരിക്കേണ്ട, അയാളെ നയിക്കേണ്ട ബോധമാണ്. അപ്പോഴാണ് മനുഷ്യന്മാർ ജീവിതത്തിൽ നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക, നേർവഴിയിൽ സഞ്ചരിക്കുക. ഈ ഒരു ബോധം നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകളും പ്രവൃത്തികളും അവന്റെ വിചാര വികാരങ്ങളുമൊക്കെ കലിതവും അന്യായവും തെറ്റായ നിലയിലുമായിരിക്കും. അള്ളാഹുവെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? വഹുവ മഅകും ഐനമാ കുൻതും, അള്ളാഹു അവൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ എവിടെയാണെങ്കിലും.
മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ കൂടെ, നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം, അലം തറ നിനക്കറിയില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, നിശ്ചയം അല്ലാഹു വാനത്തിലുള്ളത് അറിയുന്നു, ഭൂമിയിലുള്ളതും അറിയുന്നു. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വഹുവ മഅഹും ഐനമാ കാനൂ. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, ഒരു രഹസ്യ ഭാഷണത്തിൽ 3 പേരാണുള്ളത് എങ്കിൽ ഇല്ലാ ഹുവ റാബിഉഹും, 4-മനായി അല്ലാഹു ഉണ്ടാകും. വല ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും, 5 ആൾ ഒരു രഹസ്യം പങ്കിടുകയാണ് എങ്കിൽ 6-മനായി അല്ലാഹു ഉണ്ടാകും. അവർ എവിടെയാണെങ്കിലും അല്ലാഹു അവരോടൊപ്പം ഉണ്ടാകും. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വല ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. അപ്രകാരനായിട്ട് വലാ അദ്നാ മിൻ ദാലിക്, 3-ൽ അല്ലെങ്കിൽ 5-ൽ കുറവാണെങ്കിലും, വലാ അക്സർ അതിനേക്കാൾ കൂടുതലാണെങ്കിലും, വഹുവ മഅഹും ഐനമാ കാനൂ, ആളുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പം അല്ലാഹു ഉണ്ടാകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ അറിവ് കൊണ്ട് അല്ലാഹു അടിയാറുകളോടൊപ്പമാണ് അവർ എവിടെയാണെങ്കിലും. 3 ആൾ രഹസ്യം പറയുന്നുവെങ്കിൽ 4-മനായി അറിയുന്നവനായി അല്ലാഹു ഉണ്ട്. 5 ആളാണ് എങ്കിൽ 6-മനായി അല്ലാഹു ഉണ്ട്. അതിനേക്കാൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത്, അറിവുകൊണ്ട് അവരോടൊപ്പമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത്രമാത്ര അല്ലാഹു അടിയാറുകളോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ട്, അവൻ അറിയുന്നു, കേൾക്കുന്നു, കാണുന്നു എന്നുള്ളത് മാത്ര അല്ല, പിന്നെയോ സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു, ആളുകൾ പ്രവർത്തിച്ചത് പിന്നീട് അല്ലാഹു അവരോട് വിളിച്ചു പറയും എന്ന് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾ പ്രവർത്തിച്ചത് ആളുകളോട് പറയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ അറിഞ്ഞുകൊണ്ട്, കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട് ആളുകളോടൊപ്പമാണ് അവർ എവിടെയാണെങ്കിലും ശരി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മൾ മനുഷ്യനോട്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ് എന്നാണ് അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളോടൊപ്പമാണ്. എങ്ങനെ? അല്ലാഹു അടിയാറുകളെ അറിഞ്ഞുകൊണ്ട്, അടിയാറുകളെ കേട്ടുകൊണ്ട്, അടിയാറുകളെ കണ്ടുകൊണ്ട് അവരോടൊപ്പമാണ്. അല്ലാഹുവിന്റെ മഹിതമായ ദാത്ത് കൊണ്ട് അവൻ വാനങ്ങൾക്കുപരിയിലാണെങ്കിലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 ആകാശങ്ങൾക്കുപരിയിൽ, അതിനു മുകളിലുള്ള സമുദ്രത്തിൽ, അതിനു മുകളിലുള്ള മഹിതമായ അർശിന് മുകളിലാണ് നിങ്ങളുടെ റബ്ബെങ്കിലും വലൈസ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലി ബനി ആദം, ആദം സന്തതികളുടെ അമലുകളൊന്നും ആ അള്ളാഹുവിന് ഗോപ്യമാവുകയില്ല, അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. അങ്ങനെയാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അറിയുന്നു, നമ്മളുടെ വാക്കുകളെല്ലാം അറിയുന്നു, നമ്മുടെ പ്രവൃത്തികളെല്ലാം അറിയുന്നു, നമ്മളുടെ നിയ്യത്തുകളെല്ലാം അറിയുന്നു. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ ഇമവെട്ടൽ, കട്ടുനോട്ടം അതറിയുന്നു അല്ലാഹു. ഹൃദയത്തിൽ പാത്തുവെച്ചതും ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നു അല്ലാഹു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നു. എന്തിനാണ് അല്ലാഹു അറിയുന്നത്? ഈ അറിഞ്ഞത് പുറത്തു കൊണ്ടുവരേണ്ട, പറയേണ്ട, അത് പ്രഖ്യാപിക്കേണ്ട, വിളിച്ചു പറയേണ്ട ഒരു വേദിയുണ്ട്. ആ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിളിച്ചു പറയുന്നതിന് വേണ്ടി, അതാണ് സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു, ആളുകൾ പ്രവർത്തിച്ചത് അത് അല്ലാഹു അവരോട് പറയും. അപ്പൊ നമ്മുടെ ജീവിതം അതിന്റെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അത് ആൾക്കൂട്ടത്തിലാകട്ടെ ആളൊഴിഞ്ഞ അവസ്ഥയിലാകട്ടെ,
എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. പരമാണുവിന്റെ തൂക്കം നന്മ ചെയ്തവർക്ക് അത് കാണാൻ സാധിക്കും, പരമാണുവിന്റെ തൂക്കം തിന്മ ചെയ്തവർക്ക് അതും കാണാൻ സാധിക്കും. കാരണം അതെല്ലാം അറിഞ്ഞു വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു വേദിയിൽ കൊണ്ടുവന്ന് അടിയാന് കാണിക്കുവാനുള്ളതാണ്. അതാണ് പരലോകവേദി. നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയുടെ തേട്ടം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ സാക്ഷ്യവും അള്ളാഹുവിന്റെ നിരീക്ഷണവും മാത്രം മതി അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന, ആ ചോദ്യം ചെയ്യൽ ഫലിക്കുന്ന ഒരു വിഷയമേ ഇല്ല. പക്ഷെ നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ നീതിയുടെ തേട്ടം എന്ന നിലക്ക് അള്ളാഹു അവന്റെ അറിവുള്ളതോടൊപ്പം ചില സാക്ഷികളെയും ചില എഴുത്തുകാരെയും ഈ ഭൂമിയിൽ നിയോഗിച്ചിട്ടുണ്ട്. എന്തിന്? അടിയാറുകളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനും അത് ക്ലിപ്തപ്പെടുത്തുവാനും അത് അവർക്കുള്ള രേഖയാക്കി സൂക്ഷിക്കുവാനും. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ. നിശ്ചയം നിങ്ങളുടെ മേൽ ചില സംരക്ഷകരുണ്ട്. ആരാണ് ആ സംരക്ഷകർ? കിറാമൻ, അവർ മാന്യന്മാരാണ്. മാന്യതക്ക് നിരക്കാത്ത പരിപാടികളൊന്നും അവരെടുത്തില്ല. പിന്നെയോ കാതിബീൻ, അവർ എഴുത്തുകാരുമാണ്. ആരാണ് ഈ മാന്യന്മാരായ എഴുത്തുകാരായ സൂക്ഷിപ്പുകാർ? അവർ അള്ളാഹുവിന്റെ മലായികത്തുകളാണ്. മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുവാൻ അള്ളാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആ സൈന്യമാകുന്നു മലക്കുകൾ. മനുഷ്യ കർമ്മങ്ങളിൽ അവർ ചെയ്തത് മാത്രം അവർക്ക് രേഖപ്പെടുത്തുന്ന, ഏറെ എഴുതൂല, ചെയ്തത് കുറക്കൂല, കൃത്യമായി രേഖപ്പെടുത്തുന്ന കിറാമൻ, ആദരവുള്ള, എന്നാൽ ഒന്നും വിട്ടുകളയാതെ എഴുതുന്ന കാതിബീങ്ങൾ, മലക്കുകളാണവർ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവുകയില്ല റഖീബും അതീദും കൂടെയില്ലാതെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചത്? മലക്കുകളെ നിശ്ചയിച്ചത് ആദം സന്തതികളുടെ അമലുകൾ, അത് ഹൃദയത്തിന്റെ കർമ്മങ്ങളാകട്ടെ, നാവുകൊണ്ടുള്ളതാകട്ടെ, ശരീരാവയവങ്ങൾ കൊണ്ടുള്ളതാകട്ടെ, എല്ലാം അവർക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. ഈ രേഖ എന്തിനാണ്? ഈ രേഖ ഒരു വേദിയിൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ്. അത് അവരുടെ മുമ്പിൽ നിവർത്തി വെക്കാൻ വേണ്ടിയാണ്. അത് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് അവരെ കൊണ്ട് വായിക്കുന്നതിന് വേണ്ടിയാണ്. അത് വായിച്ച് ആ കർമ്മങ്ങളുടെ ആളുകളാരോ അവർ തങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് വേണ്ടിയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ. യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും കാണുന്ന ഒരു ദിവസം വരും. എന്താണ് അവൻ കാണുക? മാ അമിലത് മിൻ ഖൈരിൻ, അയാൾ ചെയ്ത നന്മ, വമാ അമിലത് മിൻ സൂഇൻ, അയാൾ ചെയ്ത തിന്മയും. ഇപ്പൊ നന്മയും തിന്മയും ആളുകൾ ചെയ്തത് അവർ കാണുന്ന ഒരു നാള് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നന്മ കാണുമ്പോഴുള്ള അതേ പ്രതികരണമല്ല തിന്മ കാണുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തവദ്ദു ലൗ അന്ന ബൈനഹു വ ബൈനഹാ അമദൻ ബഈദ. തിന്മ കാണുമ്പോൾ പറയും, എന്റെയും ഈ തിന്മകളുടെയും ഇടയിൽ വിദൂരതയുണ്ടായിരുന്നുവെങ്കിൽ, നേരെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ ഇത് കുറച്ച് വിട്ടായിരുന്നുവെങ്കിൽ, ദൂരമായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. കാരണം താൻ ഇന്നലകളിൽ തനിക്ക് വേണ്ടി ചെയ്ത വളിപ്പുകൾ മുന്നിൽ കാണാത്ത വിധം, കാണാൻ കഴിയാത്ത വിധം അപഹാസ്യമാണ്, വൃത്തിഹീനമാണ്, നിന്ദ്യമാണ്, അപമാനമാണ്. പക്ഷേ എന്തായാലും അള്ളാഹു അത് മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവരും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്, എല്ലാ മനുഷ്യരും തങ്ങൾ ചെയ്തത് കാണുന്ന ഒരു ദിനം വരും. ആ ദിനത്തിലേക്കാണ് മലക്കുകൾ ഇത് എഴുതുന്നത്.
വവുദിഅൽ കിതാബ്, ആ കർമ്മരേഖ വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ്, അതോടുകൂടി കുറ്റവാളികൾ അതിലുള്ളത് കാണുമ്പോൾ ഭയചകിതരാണ്, പേടിയിലാണ്. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയും മാ ലിഹാദൽ കിതാബ്, ഈ കിതാബിന് എന്തു പറ്റി, എന്താണിത്? ലാ തുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഞാൻ ഭൗതിക ലോകത്ത് ചെയ്ത ചെറുതാകട്ടെ വലുതാകട്ടെ യാതൊന്നുമില്ല, ഇല്ല അഹ്സാഹ, ഇത് ഉൾക്കൊള്ളാതെ കൃത്യമായി ഇഹ്സാഹ് ചെയ്ത് ക്ലിറ്റി നിർണയം നടത്തി കൃത്യമായി എണ്ണി രേഖപ്പെടുത്തപ്പെട്ട ഈ ഗ്രന്ഥം ഇതിനെന്തു പറ്റി എന്ന് മനുഷ്യൻ പാപി ഭയചകിതമായി തന്റെ കിതാബ് മുന്നിൽ കാണുമ്പോൾ ആ കിതാബിനെ നോക്കി പറയുമെന്നാണ്. വവജദൂ മാ അമിലൂ ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വവജദൂ മാ അമിലൂ ഹാദിറ, മനുഷ്യർ അവർ ചെയ്തത് ഹാജരായിട്ട് കാണുകയാണ്, മുന്നിൽ വന്നെത്തിയത് കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, ഒരാളെയും റബ്ബ് അവരോട് അന്യായം പ്രവർത്തിക്കുകയില്ല. ആരെയും പടച്ചു തമ്പുരാൻ അന്യായമായിട്ട് അവരോടൊന്നും ചെയ്യൂല. പിന്നെയോ അള്ളാഹു അവർ ചെയ്തത് എന്താണോ അത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അത് കണ്ട് അത് വായിച്ച് മനുഷ്യർക്ക് ബോധ്യപ്പെടും. ഞാൻ രക്ഷയാണ് അർഹിക്കുന്നത് എങ്കിൽ എന്റെ പ്രവൃത്തി തന്നെയാണ്, ഞാൻ ശിക്ഷയാണ് അർഹിക്കുന്നത് എങ്കിൽ അതെന്റെ കൈമോശമാണ് എന്നുള്ളത് മനുഷ്യന് സമ്മതിക്കേണ്ടി വരും. وَكُلُّ إِنسَانٍ أَلْزَمْنَاهُ طَائِرَهُ فِي عُنُقِهِ وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنشُورًا اقْرَأْ كِتَابَكَ كَفَى بِنَفْسِكَ الْيَوْمَ عَلَيْكَ حَسِيبًا وَكُلُّ إِنسَانٍ أَلْزَمْنَاهُ طَائِرَهُ فِي عُنُقِهِ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ മനുഷ്യരും അവരുടെ ഭാഗധേയം അല്ലാഹു അവരുടെ പിരടിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കർമ്മങ്ങൾ അവരുടെ പിരടിയിലാണ്, അവരുടെ നസീബ് വിഹിതം അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് അവരിൽ തന്നെയാണ്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, അവന്റെ പിരടിയിലാണ്. വയൗമൽ ഖിയാമത്തി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ്, നാം അവന് വേണ്ടി പുറത്തു കൊണ്ടുവരും കിതാബൻ, ഒരു രേഖ, ഒരു ഏട് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം. യൽഖാഹു മൻശൂറ, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് മനുഷ്യൻ തുറന്നു നോക്കേണ്ട ഗതി പോലും ഉണ്ടാവില്ല, കൈ കെട്ടി നോക്കിയാൽ മതി. കയ്യിൽ വാങ്ങി നോക്കിയാൽ യൽഖാഹു മൻശൂറ, അത് നിവർത്തപ്പെട്ടതായിട്ട് മനുഷ്യന് കാണാൻ സാധിക്കും. തന്റെ മുമ്പിൽ താൻ ചെയ്തത് മറിച്ചോ കൂടി വേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏട് നിവർത്തിയിട്ട് അള്ളാഹു നൽകും. യൽഖാഹു മൻശൂറ, നിവർത്തപ്പെട്ടതായിട്ട് മനുഷ്യന്, തുറക്കപ്പെട്ടതായിട്ട് മനുഷ്യന് അത് കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെയോ അള്ളാഹു പറയും ഇഖ്റഅ കിതാബക്, ഇത് നിന്റെ കിതാബാണ്, അത് നീ വായിക്കുക. അള്ളാന്റെ കിതാബ് എന്ന് പറഞ്ഞില്ല, മലക്കുകൾ എഴുതിയ കിതാബ് എന്ന് പറഞ്ഞില്ല. പിന്നെയോ മനുഷ്യരുടെ കിതാബാണ്. കാരണം അതിലുള്ളതെല്ലാം മനുഷ്യന്റേതാണ്. നന്മയുണ്ടാവലുണ്ട്, ദുനിയാവിൽ മനുഷ്യൻ ചെയ്ത തിന്മകളുണ്ടോ അതും അതിലുണ്ട്. അതുകൊണ്ട് അത് നിന്നിലേക്ക്, മനുഷ്യനിലേക്ക് ചേർക്കാണ്. ഇഖ്റഅ കിതാബക, നിന്റെ കിതാബാണ്, അത് നീ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ നടത്താൻ നീ മതി, ഇത് വായിക്ക്. എന്നിട്ട് നീ രക്ഷയാണോ അർഹിക്കുന്നത് നീ പറ, നീ ശിക്ഷയാണോ അർഹിക്കുന്നത് നീ പറ. നിന്നെ വിചാരണ നടത്താൻ നീ മതി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് സംസാരിക്കും. അങ്ങനെയുള്ള ഒരു രേഖയുണ്ട്, ഒരേടുണ്ട്. ആ ഏട് നമുക്ക് വേണ്ടി ഈ ദുനിയാവിന്റെ പരപ്പിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എഴുത്ത് കുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഴുതാനുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതമാണ്. അതിൽ എഴുതാനുള്ള വിഷയം നമ്മുടെ സൽപ്രവൃത്തികളാണ്. അതിലെഴുതുന്ന വിഷയം നമ്മൾ തിന്മ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ തിന്മകളാണ്. അതുകൊണ്ട് തന്നെ നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതിയുടെ തേട്ടം എന്നോണം അവൻ അറിയുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു എന്നതോടൊപ്പം അത് തന്നെ മതി. വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു മതി, അറിവായി അള്ളാന്റെ അറിവ് മതി. എന്നാലും അള്ളാഹു
മലക്കുകളെ വെച്ചിട്ടുണ്ട് നമ്മളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളുടേത് തസ്ജീലാക്കാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ത്യനാളിൽ നമ്മളുടെ ജീവിതം അവിടെ നമുക്ക് നിവർത്തി വെക്കപ്പെടുന്ന വേദി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. റബ്ബ് നീതിമാനാണ്. കർണരേഖ മുന്നിൽ വെച്ച് തുറന്നു നൽകി അത് വായിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും. ഏടുകൾ വലത് കൈയിൽ നൽകുന്ന ഭാഗ്യവാന്മാരുണ്ട്, ഇടത് കൈയിൽ പിന്നിൽ നൽകപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ വിചാരണയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ കൊണ്ടുവരും. എന്തിന്? സാക്ഷികൾ അവരുടെ സാക്ഷ്യം മൊഴിയുന്നതിന് വേണ്ടി. അല്ലാഹുവിന്റെ ഹിസാബ്, വിചാരണ നീതിപൂർവമാണ് എന്നുള്ളത് വിചാരണക്ക് വിധേയനാകുന്ന ദാസന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, അവൻ സമ്മതിക്കുന്നതിന് വേണ്ടി. ആരാണ് സാക്ഷികൾ? പരലോക കോടതിയിൽ സാക്ഷികൾ ആരാണ്? മേലായ റബ്ബിന്റെ സാക്ഷ്യത്തോടൊപ്പം പിന്നീട് സാക്ഷികൾ ധാരാളമാണ്. ആ സാക്ഷികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ സാക്ഷ്യങ്ങളും അത്ഭുതകരമായ സാക്ഷികളുമാണ് ആഖിറത്തിലെ സാക്ഷികൾ. ദുനിയാവിൽ നമ്മൾ സാക്ഷ്യം പറയലിവിടെ നമ്മളെ തൊള്ള കൊണ്ടാ സാക്ഷ്യം പറയാം. പല രീതിയിൽ സാക്ഷ്യം പറയാനും എല്ലില്ലാത്ത അവയവമായ നാവിന് കഴിയും. അതിനാൽ തന്നെ പല രീതിയിൽ സാക്ഷ്യങ്ങൾ പറയും, പല രീതിയിൽ വർത്തമാനങ്ങൾ പറയും ദുനിയാവിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ആ സാക്ഷ്യത്തിനുള്ള കവാടം അടക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ദുനിയാവിൽ സാക്ഷ്യം പറയുന്ന നാവിന് അവിടെ സാക്ഷ്യം പറയാൻ അവസരമില്ല. ഇന്നേ ദിനം നാം അവരുടെ വായകൾക്ക് സീല് വെക്കും, നാവ് മുണ്ടൂല. പിന്നെ ആര് സംസാരിക്കും? വതുകല്ലിമുനാ ഐദീഹിം. മനുഷ്യരുടെ കരങ്ങൾ നമ്മളോട് സംസാരിക്കും, അല്ലാഹുവിനോട്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യർ എന്താണ് പ്രവർത്തിച്ചത് എന്നതിന് സാക്ഷികൾ കാലുകളായിരിക്കും, കാലുകൾ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. ഇതാണ് ദുനിയാവിൽ ആഖിറത്തിലെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത. അവിടെയുള്ള സാക്ഷികൾ മനുഷ്യരുടെ കാലുകളാണ്, അവിടെ സംസാരിക്കുന്നത് മനുഷ്യരുടെ കൈകളാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അള്ളാഹുവിന്റെ വിചാരണയുടെ വേദിയിൽ ചില സമയങ്ങളിൽ അള്ളാഹു നാവുകൾക്കും പറയാൻ അവസരം നൽകും. അങ്ങനെ നാവുകൾ സംസാരിക്കുന്ന സമയങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, യൗമ തശ്ഹദു അലൈഹിം. മനുഷ്യർക്കെതിരിൽ സാക്ഷി പറയും, അനുകൂലമായിട്ടല്ല, എതിരിൽ സാക്ഷി പറയും. എന്ത് സാക്ഷി പറയും? അൽസിനതുഹും, മനുഷ്യന്മാരുടെ നാവുകൾ, വഅയ്ദീഹിം, മനുഷ്യരുടെ കൈകൾ, വഅർജുലുഹും, മനുഷ്യന്മാരുടെ കാലുകൾ, ബിമാ കാനൂ യക്സിബൂൻ, അവരെന്താണോ പ്രവർത്തിച്ചിരുന്നത് അതിനെക്കുറിച്ച് മനുഷ്യർക്കെതിരിൽ സാക്ഷി പറയും. അപ്പൊ നാവുകളും കൈകളും കാലുകളും സാക്ഷി പറയുന്ന വിചാരണയുടെ വേദിയിലെ അവസ്ഥകളുണ്ട്. മറ്റു ചില ആയത്തുകളിൽ സാക്ഷികളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. എവിടേക്ക്? ഇലന്നാർ, നരകത്തിലേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഫഹും യൂസഊൻ, നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കൂട്ടം കൂട്ടമായിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. കൂട്ടം കൂട്ടായിട്ടാണ് തെളിക്കുക നരകത്തിലേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. നരകത്തിനടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്കെതിരിൽ അവരുടെ കാതും കേൾവിയും അവരുടെ കാതുകളും അവരുടെ തൊലികളും അവർക്കെതിരിൽ സംസാരിക്കും, എതിരിൽ സാക്ഷി പറയും. വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. അപ്പോൾ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്ന മനുഷ്യൻ അവരുടെ തൊലികളോട് പറയും, ലിമ ശഹിദ്തും അലൈന,
നിങ്ങൾ നമുക്കെതിരിൽ എന്തിനാണ് സാക്ഷി പറഞ്ഞത്? അപ്പോൾ തൊലികൾ പറയും, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചത് അള്ളാഹുവാണ്, ആ അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. അപ്പോൾ പരലോക കോടതിയിൽ സാക്ഷികൾ നോക്കൂ നിങ്ങൾ, മനുഷ്യരുടെ കൈകൾ, എതിരിൽ സാക്ഷി പറയുന്ന മനുഷ്യരുടെ നാവുകൾ, മനുഷ്യരുടെ കാലുകൾ, തൊലികൾ, കേൾവി, അതേപോലെ മനുഷ്യരുടെ കണ്ണുകൾ, ഇതൊക്കെയാണ് ആഖിറത്തിലെ സാക്ഷികൾ. സാക്ഷികളുടെ എണ്ണം അവിടെ അവസാനിക്കൂല. പിന്നെയോ ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദ. എല്ലാ ഉമ്മത്തികളിലും ആ ഉമ്മത്തികൾക്കെതിരിൽ അള്ളാഹു ഓരോ സാക്ഷികളെ കൊണ്ടുവരും. അതാരാ? അവരിലേക്ക് നിയോഗിതരായ നബിമാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ സംബന്ധിച്ചിടത്തോളം വജിനാ ബിക അലാ ഹൗലായി ഷഹീദ, ഈ ഉമ്മത്തികൾക്കെതിരിൽ പ്രവാചകരെ നിങ്ങളെ സാക്ഷികളായി കൊണ്ടുവരുന്നതായ ആ രംഗം അതെപ്രകാരമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളയോട് ചോദിക്കണം. ഉമ്മത്തികൾക്കെതിരിൽ അള്ളാഹുവിന്റെ റസൂൽ സാക്ഷിയായി വരിക എന്ന് പറഞ്ഞാൽ, ഈ ആയത്ത് ഓതിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിയുടെ മുഖം ശ്രദ്ധിച്ചു, ഫഇദാ ഐനാഹു തദ്രിഫാൻ, അപ്പോഴതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കുകയാണ്. ഉമ്മത്തികൾക്കെതിരിൽ, അനുകൂലമായ എതിരിൽ അള്ളാഹുവിന്റെ റസൂൽ, കാരുണ്യത്തിന്റെ പ്രവാചകൻ സാക്ഷിയായി വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്, അമ്പിയാക്കൾ സാക്ഷികളാണ്. മാത്രല്ല, നമ്മൾ വസിക്കുന്നതായി ഈ ഭൂമി, മൂകമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഭൂമിയുടെ ഉപരിതലം, അതിലെ മലകൾ, അതിലെ വസ്തുക്കളൊക്കെ സാക്ഷ്യം പറയുന്ന ഒരു വേദി, അതാണ് പരലോകവേദി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ, ആ ദിവസം അഥവാ അന്ത്യനാൾ സംഭവിച്ചാൽ പരലോക കോടതിയിൽ, തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വാർത്തകൾ വിളിച്ചു പറയുമെന്നാണ്. എന്താണ് ഭൂമി അതിന്റെ വാർത്തകൾ വിളിച്ചു പറയൽ? ഭൂമിക്കുപരിയിൽ മനുഷ്യർ ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് ഭൂമി വിളിച്ചു പറയും, ഭൂമി സാക്ഷ്യം പറയും എന്നുള്ളതാണ്. അപ്പോൾ പരലോക കോടതിയെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, അതിലെ രംഗങ്ങൾ എത്ര ഭീതിജനകമാണ്, അതിലെ അവസ്ഥകൾ എത്ര ഭയാനകമാണ്, അതിലെ വിചാരണ എത്ര ഗൗരവതരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ച് വസിയത്ത് ചെയ്തത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചോളി. പടച്ച റബ്ബ് പറഞ്ഞത് പ്രാവർത്തികമാക്കി, പടച്ചവന് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ ജീവിച്ചോളി. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്ത് കാലേ കൂട്ടി ചെയ്തു എന്നുള്ളത് നോക്കിക്കോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ പരലോക കോടതിയിലേക്ക് വേണ്ടി, ഈ വിചാരണയുടെ വേദിയിലേക്ക് വേണ്ടി, ഈ ജംഇന്റെയും ഹശറിന്റെയും ഹിസാബിന്റെയും മശ്ഹദിലേക്ക് വേണ്ടി എന്ത് കാലേ കൂട്ടി ചെയ്തു എന്നുള്ളത് ഓരോരുത്തരും നോക്കിക്കോളിയും. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോളി, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം ഇത് പൂർണ്ണ നിരീക്ഷണത്തിലാണ്. ഇത് പൂർണ്ണമായ നിരീക്ഷണത്തിന്റെ അകത്താണ്. ഇതിൽ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നു, ഇതിൽ നമ്മൾ പറയപ്പെടുന്നത് നമുക്ക് വേണ്ടി തസ്ദീലാക്കപ്പെടുന്നു. നമ്മുടേതെല്ലാത്തിനും ഈ ദുനിയാവിൽ പലരും സാക്ഷികളാണ്. നമ്മുടെ തന്നെ ശരീരങ്ങൾ നമ്മളുടെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്? നമ്മൾ മൂകമെന്ന് കരുതുന്ന നമ്മുടെ ഈ തൊലി പോലും പരലോക കോടതിയിൽ ഏറെ വാചാലമായി, ഒന്നുകിൽ നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ നമുക്കെതിരിൽ സംസാരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. പടച്ച റബ്ബ് നമ്മളെ അറിയുന്നു, കാണുന്നു. പടച്ച തമ്പുരാന്റെ കഴിവിലും കെൽപ്പിലുമാണ് നമ്മളുള്ളത് എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. ഈ ഒരു ബോധത്തിൽ ജീവിച്ചവർ അവരാണ് നേർവഴിയിൽ നടന്നത്. ഈ ഒരു ബോധമില്ലാതെ ജീവിച്ചവർ അവരാണ് വഴിതെറ്റി ജീവിച്ചവർ. മാർഗഭ്രംശികൾ എപ്പോഴും പടച്ച തമ്പുരാന്റെ മുറാഖബത്തിൽ വിശ്വാസം കുറഞ്ഞവരോ വിശ്വാസമില്ലാത്തവരോ ആയിരിക്കും. ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ ഈ മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതായ ഈ മുറാഖബത്ത്,
അഥവാ അള്ളാഹുവിന്റെ അറിവിലും കഴിവിലുമാണ് നമ്മളുള്ളത് എന്ന ബോധം, അതിൽ ജീവിച്ചതിന്റെ ഫലമായി ചരിത്രത്തിൽ വിജയം കൊയ്തതായ മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശാരീരിക കാന്തിയിൽ ഏറെ മികവുറ്റ പ്രവാചകനായിരുന്നു. സുന്ദരമായ ശാരീരിക പ്രകൃതം, ആരെയും ആകർഷിക്കുന്ന ആകൃതിയും ശാരീരിക കാന്തിയും ഇതായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകത. ലോക സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായ സാറയുടെയും അതേപോലെ സുന്ദരനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വല്ലിപ്പയുടെയും വല്യമ്മയുടെയും സൗന്ദര്യം അത് വന്ന് ഇറങ്ങിയത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിലായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് ദേശത്തേക്ക് എത്തിപ്പെട്ട് അവിടെയുള്ള അസീസിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ ഭൃത്യനാണ് യൂസുഫ്. ആ കൊട്ടാരത്തിലെ അവിടുത്തെ അസീസിന്റെ ഭാര്യ തനിച്ചായ സമയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ അവർ ആകൃഷ്ടയാവുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രാപിക്കുവാൻ അവരിൽ കൊതിമൂക്കുകയാണ്. അവരാണ് പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. യൂസുഫ് അവരുടെ വിഷയത്തിൽ ആലോചിക്കുകയോ അവരെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വറാവദതുഹു ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു അദ്ദാലിമൂൻ. വറാവദതുഹു ലതി ഹുവ ഫീ ബൈതിഹാ, യൂസുഫ് ആരുടെ വീട്ടിലാണോ ആ സ്ത്രീയാണ് യൂസുഫിനെ കടന്ന് പിടിക്കാൻ ശ്രമിച്ചത്. കാരണം ആ രീതിയിലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശാരീരിക കാന്തിയുള്ളത്. അതുകൊണ്ടാണ് പട്ടണത്തിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ കടന്നുപോയപ്പോൾ കത്തികൾ കൊണ്ട് അവരുടെ കൈകൾ ഛേദിച്ചത്. ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരും വിസ്മൃതരുമായി അവർ പറഞ്ഞുപോയി, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മാന്യനായ മലക്കാണ്, ഇതൊരു മനുഷ്യനോ, ഇതൊരു സുന്ദര രൂപം പൂണ്ട മലക്കല്ലേ എന്ന രീതിയിൽ സ്ത്രീകൾ പറഞ്ഞത്. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്ത്രീയാൽ ആക്രമിക്കപ്പെടുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറാവദതുഹു ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. വഗല്ലഖത്തിൽ അബ്വാബ്, അവർ കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടച്ചു. ആ പെണ്ണ് വഖാലത്, എന്നിട്ട് അവര് പറയുകയാണ്, ഹൈത ലക, വരൂ നമുക്ക് പ്രാപിക്കാം എന്ന് പറയുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു ഭൃത്യൻ മാത്രമാണ്. അദ്ദേഹത്തിൽ നിന്നൊരു തെറ്റ് വന്നാൽ ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദേശിയാണ്, കനാൻ ദേശത്തുകാരനാണ്, ഈജിപ്തുകാരനല്ല. ഒരു വിദേശി അന്യനാട്ടിൽ തെറ്റ് ചെയ്ത് സ്വന്തം നാട്ടിൽ തെറ്റ് ചെയ്യുന്നത് പോലല്ല. പിന്നെ അദ്ദേഹം തെറ്റിന് ആഗ്രഹിക്കുന്നില്ല. വിധികൾ താഴ്ത്തി കഥകൾ അടച്ച് വേദി ഒരുക്കിയത് സ്ത്രീയാണ്. പല നിലക്കും ഒരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആക്ഷേപം മുഴുവൻ ആ പെണ്ണിന് നേരെയാണ് പോവുക. എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖാല മഅദല്ലാഹ്, പെണ്ണിനോട് പറയാണ്, അല്ലാഹുവിൽ ശരണം, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ ആഗമനത്തെ നന്നാക്കിയ എന്റെ റബ്ബാണ് അല്ലാഹു, അവനിൽ ഞാൻ അഭയം തേടുന്നു. ഇന്നഹു ലാ യുഫ്ലിഹു അദ്ദാലിമൂൻ, അക്രമികൾക്ക് വിജയമില്ല എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവിധ സാഹചര്യങ്ങളും ഭൗതികമായി തനിക്ക് തെറ്റ് ചെയ്യുവാൻ അനുകൂലമായിട്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ കാരണം ആ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അവൻ അറിയുന്നു, അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവന്റെ നിരീക്ഷണത്തിലാണ് ഞാനുള്ളത് എന്ന ബോധമാണ്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബി വലഖദ് ഹമ്മത് ബി, അല്ലാഹു പറയാണ്, ആ സ്ത്രീയാണ് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബി, തന്റെ റബ്ബിൽ നിന്നുള്ള ലക്ഷ്യവും പ്രമാണവും ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫും അങ്ങനെ വിചാരിച്ചു പോയേനെ. പക്ഷേ അള്ളാഹുവിലുള്ള ഈമാനുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനവും അറിവുമുണ്ട്, പടച്ചു തമ്മിലുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചില്ല. എന്നാൽ പെണ്ണ് തെറ്റ് വിചാരിക്കുകയുണ്ടായി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തെറ്റിൽ നിന്ന് അകറ്റിയത്, നേർവഴിയിൽ നടത്തിയത് ഏതൊരു വികാരവും ഏതൊരു വിചാരവും ഏതൊരു വിശ്വാസവുമാണ്. അതാണ് അള്ളാഹു നിരീക്ഷിക്കുന്നു, അറിയുന്നു എന്നതായ വിശ്വാസം. അതുണ്ടോ നമ്മൾ നേരെയാകും, അതില്ലേ അല്ലെങ്കിൽ ആ വിശ്വാസം അതിന് മങ്ങലേറ്റോ നമ്മൾ വഴിതെറ്റുന്ന അവസ്ഥ ഉണ്ടാകും. ചില നബിവചനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. വറജുലുൻ
ദഅത്ഹു ഇംറഅത്തുൻ ذات منصب وجمال فقال إني أخاف الله. അല്ലാഹു മഹ്ശറിൽ ആളുകൾ ഉയർത്തെഴുന്നേറ്റാൽ വിയർപ്പിൽ, ചൂടിൽ, സൂര്യന്റെ താഴെ പ്രയാസപ്പെടുന്ന സമയം അള്ളാഹു ഒരു വിഭാഗം ആളുകളെ ചൂടിൽ നിന്നും വിയർപ്പിൽ നിന്നും മാറ്റി അള്ളാഹുവിന്റെ അർശിന്റെ തണലിലേക്ക് ആദരിക്കുമെന്ന് പറഞ്ഞവരിൽ ഒരാൾ. അയാൾ ആരാ? വറജുലൻ, അതൊരു മനുഷ്യനാണ്. ദഅതു ഇംറഅ, അയാളെ ഒരു പെണ്ണ് വിളിച്ചു, ഒരു സ്ത്രീ വിളിച്ചു. ഏത് സ്ത്രീ? ദാതു മൻസിബിൻ വജമാൽ, സൗന്ദര്യവും കുലീനതയുമുള്ള സ്ത്രീ. ഫഖാൽ, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വചനം, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഈ ആദരണീയൻ, അയാളെ ആ ആദരവിന് അർഹമാക്കിയത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. പടച്ചതമ്പുരാന്റെ നോട്ടത്തിലും അറിവിലും കഴിവിലുമാണ് ഞാനുള്ളത് എന്ന ബോധമാണ്. അയാളെ വിളിക്കുന്നത് ആരാ? ഏതെങ്കിലും തെരുവോരങ്ങളിൽ മഞ്ഞയുടുത്ത മതാലസകളായ വേശ്യകളല്ല. പ്രത്യുത ദാതു മൻസബിൻ വജമാൽ, സ്ഥാനവും പദവിയും സമ്പത്തൊക്കെ ഉള്ള ഒരു കുലീനതയുള്ള പെണ്ണാണ്. എന്നിട്ട് പോലും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറിയ വ്യക്തിത്വം. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരു വ്യക്തി ഒരു സദഖ ചെയ്തു. സദഖ ചെയ്തപ്പോൾ തന്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ ചെലവഴിക്കുകയുണ്ടായി. അയാൾക്കും അർശിന്റെ തണലുണ്ട്. അയാളുടെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ ചെലവഴിച്ചപ്പോൾ അയാൾ ആരെയാണ് ലക്ഷ്യമാക്കിയത്? ആരെ ലാക്കാക്കിയാണ് ചെയ്തത്? നിയ്യത്ത് എന്തായിരുന്നു? ആര് കണ്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ആളുകൾ കാണേണ്ടതില്ല, അറിയേണ്ടതില്ല, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലും അറിവിലുമാണ്. അള്ളാഹു അറിഞ്ഞാൽ മതി, അള്ളാഹു കണ്ടാൽ മതി എന്ന നിയ്യത്തിൽ ചെലവഴിച്ചതാണ്. അപ്രകാരം മറ്റൊരു വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാമത് ഐനാ, വറജുലുൻ, അർശിന്റെ തണൽ ലഭിക്കുന്ന മറ്റൊരു മനുഷ്യൻ, ദക്കറല്ലാഹ ഖാലിയൻ, ആളൊഴിഞ്ഞപ്പോൾ അയാൾ അള്ളാഹുവിനെ ഓർത്തു. ഫഫാമത് ഐനാ, അള്ളാഹുവിനെ ഓർത്തപ്പോൾ അയാളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കുകയുണ്ടായി. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കാണുന്നില്ല, അള്ളാഹു ദൃഷ്ടിക്ക് മുമ്പിലുമല്ല, പക്ഷേ അള്ളാഹുവിനെ ഓർക്കുകയാണ്, അള്ളാഹുവിനെ അറിയുകയാണ്. പടച്ചതമ്പുരാന്റെ നോട്ടത്തിലാണ് ഞാൻ, ആളൊഴിഞ്ഞാലും അള്ളാഹുവിന്റെ അറിവിലും കഴിവിലുമാണ്. അങ്ങനെ ആ അള്ളാഹുവിനെ ഓർത്ത്, പടച്ചതമ്പുരാന്റെ കെൽപ്പും കഴിവും ഓർത്ത്, അള്ളാഹുവിനെ നാളെ പിറ്റേന്ന് കണ്ടുമുട്ടുന്നതിനെ കുറിച്ചോർത്ത് കണ്ണുകൾ നിറഞ്ഞൊലിച്ച ഒരു മനുഷ്യൻ, അയാൾ അർശിന്റെ തണലിലാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ആദരവുകൾ വ്യക്തികൾക്ക് നേടിക്കൊടുക്കുന്ന അവരുടെ ദുനിയാവിലെ കർമ്മവും വിശ്വാസവും വിചാരവും എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ഇമാം ബുഖാരി സഹീഹിൽ പൂർവ്വകാലത്ത് നടന്നൊരു ജനവിഭാഗത്തിൽ 3 പേർ ഗുഹയിൽ അകപ്പെട്ട് ആ 3 പേർ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ തവസ്സുലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൽപ്രവർത്തികളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച തവസ്സുലാണ്. മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കുക എന്നുള്ളതാണ് ദീനിൽ പാടില്ലാത്ത, തെളിവില്ലാത്ത തവസ്സുൽ. എന്നാൽ നമ്മൾ ചെയ്ത സൽപ്രവർത്തികളെ മുന്നിൽ വെച്ച് നമുക്ക് അള്ളാഹുവിനോട് തവസ്സുലാക്കാം. ആ വകുപ്പിൽപ്പെട്ട തവസ്സുലാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. അതിലൊരു തവസ്സുൽ അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഗുഹയിൽ അകപ്പെട്ട 2 ആളുകളുടെ തവസ്സുൽ, അവർ അകപ്പെട്ട ഗുഹയിൽ നിന്ന് പാറ മാറി അവർക്ക് പുറത്തു പോകാനുള്ള ചെറിയ വഴിയാണ് ഒരുങ്ങിയത്, പുറത്തു പോകാൻ കഴിയില്ല. അപ്പോഴാണ് 3ാമൻ തന്റെ തവസ്സുൽ നടത്തുന്നത്. എന്താണ് 3ാമൻ പറഞ്ഞത്? അള്ളാഹുവേ, എനിക്കൊരു ഇബ്നത്ത് ഉണ്ടായിരുന്നു, എന്റെ പിതൃ സഹോദരന്റെ മകളുണ്ടായിരുന്നു, പാപ്പാന്റെ സഹോദരന്റെ മകളുണ്ടായിരുന്നു. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി, അവളുമായി ഒന്നൊഴിഞ്ഞുകൂടണം എന്നത് എന്റെ മനസ്സിലെ മോഹമായിരുന്നു. അവളെ പ്രാപിക്കണം എന്നുള്ളത് എന്റെ മനസ്സിൽ ഞാൻ താലോലിക്കുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരിക്കലും അതിനൊരവസരം വീണു കിട്ടിയില്ല, സമയം ഒത്തു വന്നില്ല. അവളാകട്ടെ പതിവ്രതയുമാണ്. ഒരു നാൾ അവൾ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. വറുതിയും കാലക്കെടുതിയും അവളുടെ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ ഏതാനും ദിനാറുകൾ തേടി അവൾ എന്റെ വീടിന്റെ കവാടം മുട്ടുകയുണ്ടായി. ജീവിതത്തിലെ നിർബന്ധ സാഹചര്യം
എന്റെ വീടിന്റെ കവാടം മുട്ടുവാൻ അവളെ നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ഓമനിച്ചിരുന്നതായ എന്റെ ആഗ്രഹം അവളുടെ മുമ്പിൽ പറഞ്ഞു, ദീനാറുകൾ നൽകാൻ ഞാൻ റെഡിയാണ്, പക്ഷേ നീ എനിക്ക് മുമ്പിൽ നിന്റെ അഭിമാനം നൽകേണ്ടതുണ്ട്. അങ്ങനെ ആ സ്ത്രീ അത്രമാത്രം നിർബന്ധിതയായിരുന്നു. പടച്ചതമ്പുരാനെ പേടിയുള്ള ആ സ്ത്രീ അയാളുടെ മുമ്പിൽ മലർന്നു കിടക്കേണ്ടി വന്നു. അവളുടെ കൈകാലുകൾക്കിടയിൽ അയാൾ ഇരുന്ന് തന്റെ സുഖം പങ്കിടാൻ ഉദ്ദേശിച്ച വേളയിൽ ആ പെണ്ണ് പറഞ്ഞു, യാ ഹാദാ ഇത്തഖില്ലാ വലാ തഫുദ്ദന്നൽ ഖാതം ഇല്ലാ ബിഹഖിഹി. മനുഷ്യ, നീ അള്ളാഹുവിനെ പേടിക്ക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്. ഈ കന്യാചർമ്മം നീ അർഹമായ രീതിയിലല്ലാതെ പൊട്ടിക്കല്ലേ. അഥവാ സഹിഹായ ഒരു അഖദിലൂടെ, വിവാഹത്തിലൂടെയല്ലാതെ ഒരു കന്യാചർമ്മം പൊട്ടിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. നീ അന്യായമായി ഇത് ഭേദിക്കല്ലേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി അവളുടെ കൈകാലുകൾക്കിടയിൽ ഇരിക്കുകയാണ്. അള്ളാഹ് എന്ന് കേട്ടപ്പോൾ അയാൾ എഴുന്നേൽക്കുകയും ദീനാറുകൾ അവൾക്കെറിഞ്ഞ് അള്ളാഹുവിലേക്ക് അയാൾ പേടിച്ചോടുകയും ഉണ്ടായി എന്നാണ്. ഈ വ്യക്തി അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി. എന്റെ ലൈംഗിക സുഖം ആ സ്ത്രീയുടെ മാറിൽ മുഖമമർത്തി ശമിപ്പിക്കുവാൻ അവസരമുണ്ടായപ്പോൾ നിന്നെ ഓർത്താണ് ഞാൻ അന്ന് ആ തെറ്റിൽ നിന്ന് അകന്നു ഓടിയത്. അതന്ന് നിന്നെ ഓർത്തുകൊണ്ടാണ് എന്ന് നിനക്കറിയും. അള്ളാഹുവെ, ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ മൂകമായ പാറ ഗുഹാമുഖത്തു നിന്ന് മാറുകയും ആ 3 പേരും ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയും ഉണ്ടായി എന്നാണ്. ഇവിടെ ഈ ഒരു ആദരവ്, ഈ ഒരു വലിയന് അള്ളാഹു കനിഞ്ഞത് അള്ളാഹുവിന്റെ മുറാഖബത്തിനെ കുറിച്ചുള്ള ബോധത്തിൽ ആ വ്യക്തി ജീവിച്ചത് കാരണത്താലാണ്. ചരിത്രം അതിന്റെ കഥയോതിയാൽ ധാരാളം ഇതുപോലെയുണ്ട്. ഖതീബ് ഉണർത്തിയത് നമ്മൾ കേൾപ്പിക്കുന്നു എന്ന് മാത്രം. മുഹമ്മദ് ബിനുൽ മുൻകദിർ പറഞ്ഞ ഒരു ചരിത്ര സംഭവം, ഏറെ ശ്രദ്ധേയമായ ചരിത്ര സംഭവം. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക നാടുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു യാത്ര പോയപ്പോൾ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുള്ള പറയുകയാണ്, ഞാനും ഉമറിനോടൊപ്പം ആ സംഘത്തിലുണ്ടായിരുന്നു. ഉമറും ഞങ്ങളും മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര തുടരവേ യാത്ര ക്ഷീണമകറ്റാൻ ഞങ്ങൾ ഒരിടത്ത് തമ്പടിക്കുകയുണ്ടായി. അങ്ങനെ തമ്പടിച്ച് വിശ്രമിക്കവേ മലമുകളിൽ നിന്ന് ഒരു ഇടയൻ തന്റെ ആടുകളുമായി ഇറങ്ങി വരികയാണ്. ഇടയനെ കണ്ടപ്പോൾ അതൊരു കുട്ടിയാണ്. ഉമർ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഇടയൻ പറഞ്ഞു, ഞാനൊരു മംലൂക്ക്, അടിമയാണ്, ഈ ആടുകളെ നോക്കുന്ന ഇടയനുമാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, ആ ആടുകളിൽ നിന്ന്, ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാടിനെ നിങ്ങൾ എനിക്ക് വിൽക്കുകയും. ഇടയൻ പറഞ്ഞു, ഞാൻ മംലൂക്കാണ്, അടിമയാണ്, ഇതെന്നയിൽ ഏൽപ്പിക്കപ്പെട്ടവനാണ്, ആടുകൾ എന്റെ സയ്യിദിന്റേതാണ്, വിൽക്കാൻ എനിക്ക് കൽപ്പനയില്ല. ഉമർ പറഞ്ഞു, ഈ വലിയ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിനെ എനിക്ക് വിറ്റാൽ എങ്ങനെ സയ്യിദ് അത് അറിയും? നിങ്ങളുടെ യജമാനൻ എങ്ങനെ അതറിയും? ഇടയൻ പറഞ്ഞു, ഫഅൈനല്ലാഹ്, അപ്പോൾ അള്ളാഹു എവിടെയാണ്? അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ച്, അള്ളാഹുവിന്റെ അറിവ് വെട്ടിച്ച്, അള്ളാഹുവിന്റെ കേൾവിയിൽ നിന്ന് ദൂരെ മാറി ഒരാടിനെ ഇതിൽ നിന്ന് പെറുക്കി നൽകാൻ എനിക്കാവുമോ എന്ന് ആ ഇടയൻ ചോദിച്ചപ്പോൾ ഒരു മനുഷ്യനായ അമീറുൽ മുഅ്മിനീന്റെ ഹൃദയം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. ഗദ്ഗദമായ ശബ്ദത്തിൽ ഉമർ പറഞ്ഞു, ഉമറിന്റെ പ്രജകളിൽ നിങ്ങളെപ്പോലുള്ളവരാണ് വളരേണ്ടത്. ആ ഇടയന്റെ സയ്യിദിനെ ചെന്ന് കണ്ട് ആ ഇടയനെ, അടിമയെ ആ സയ്യിദിൽ നിന്ന് വിലക്ക് വാങ്ങി ഉമർ മോചിപ്പിച്ചു. ഉമർ ആ സയ്യിദിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, ഫഅൈനല്ലാഹ്, അള്ളാഹു എവിടെ എന്നുള്ള നിങ്ങളുടെ ആ വചനമാണ് നിങ്ങളെ ഈ ദുനിയാവിൽ മോചിതനാക്കിയത്. ആ വചനം എന്നെയും നിങ്ങളെയും നാളെ ആഖിറത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വചനമാക്കട്ടെ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. ഇതാണ് മുഹമ്മദ് ബിനുൽ മുൻകദിർ ആ വിഷയത്തിൽ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അള്ളാഹുവെ കുറിച്ചുള്ള സൽവിചാരവും നമ്മുടെ സച്ചരിതർക്ക് എപ്രകാരമായിരുന്നു എന്ന് ഇമാം ഖതീബ് കേൾപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്. ഈ ഒരു വിശ്വാസം അത് പൂർവികരിൽ എങ്ങനെയായിരുന്നു
എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതിനാൽ അവർ എന്ത് നേടി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉമറിന്റെ ഖിലാഫത്തിൽ തന്നെ ഒരു പാൽക്കാരി സ്ത്രീയുടെ സംഭവം. പാൽക്കാരി ഉമ്മയും മകളും ഉണ്ടായിരുന്നു ഉമറിന്റെ ഖിലാഫത്തിൽ. ആ ഉമ്മ രാത്രിയുടെ മറവിൽ മകളെ വിളിച്ചു പറയുകയാണ്, അവർ പാൽ വിൽപ്പനക്കാരാണ്, അതുകൊണ്ട് മകളെ വിളിച്ച് പറയുകയാണ്, മകളെ പാലിൽ വെള്ളം പാരുക, വെള്ളം ചാർക്കുക. അപ്പോൾ മകളുടെ പ്രതികരണമാണ്. ഉമ്മ അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ ഭരണമാണ്. കൃത്രിമത്വം സമ്മതിക്കാത്ത ഉമർ വിവരമറിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കും. അപ്പോൾ ഉമ്മയുടെ പ്രതികരണം, ഇരുട്ടിന്റെ മറവിൽ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പാലിൽ വെള്ളം പാരുന്നത് ഉമർ എങ്ങനെ അറിയുവാനാണ്? ഈ സ്ത്രീയുടെ പ്രതികരണം, ഉമർ അറിയില്ല എങ്കിലും ഫഅൈന റബ്ബു ഉമർ, ഉമറിന്റെ റബ്ബില്ലേ അള്ളാഹു, അള്ളാഹു അറിയില്ലേ എന്നാണ് ആ പെൺകുട്ടി ഉമ്മയോട് ചോദിക്കുന്നത്. ഇത് കേട്ട ഉമർ ആ വീട് മനസ്സിലാക്കി തന്റെ വീട്ടിലേക്ക് വന്ന് മക്കളോട് ചോദിക്കുകയാണ്, രഹസ്യമായും പരസ്യമായും പകലിലും രാവിലും ഒരുപോലെ അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങളിൽ ആരാണ് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉമറിന്റെ മകൻ ആസിം അതിന് തയ്യാറായി. അങ്ങനെ ആസിം ഈ പെൺകുട്ടിയെ അള്ളാഹുവിനെ ഭയന്ന് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അകന്ന ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുണ്ടായി എന്ന്. ഏറെ അനുഗ്രഹീതമായ കല്യാണമായിരുന്നു ഈ ദമ്പതികൾക്കുണ്ടായത്. ഉമറിന്റെ മകൻ ആസിം വളരെ ഭക്തനായ ഒരു മഹാനായിരുന്നു. ഈ പെൺകുട്ടിയും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെൺകുട്ടിയായിരുന്നു ആസിം. അതേപോലെ ഈ പെൺകുട്ടി, അവരുടെ കല്യാണം നടന്നു. അതിലുണ്ടായ ലൈല എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാപുരുഷനായ അമവി ഖിലാഫത്തിൽ ഏറെ തിളങ്ങിയ ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഉമ്മ എന്നുള്ളതാണ്. മനസ്സിലായി? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഉമ്മ അഥവാ മർവാൻ അമവികളുടെ ഖലീഫയായ അമവി ഖിലാഫത്തിൽ ഖലീഫയായ മർവാൻ കല്യാണം കഴിച്ചത് ആസിം, അതേപോലെ തന്നെ ഈ പാൽക്കാരി പെൺകുട്ടി അവരിലുണ്ടായ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ മർവാനും ലൈല എന്ന് പറയുന്ന ഈ ആസിമിന്റെ മകൾക്കും ഉണ്ടായ സന്താനമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിനെ ഭയന്ന് പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബയിൽ ജീവിക്കുന്നവർക്ക് ആദരവുകൾ ഈ ദുനിയാവിന്റെ പരപ്പിലും നാളെ റബ്ബിന്റെ മഹ്ശറിലും അവിടെ നിന്ന് അങ്ങോട്ടും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസത്തിൽ, വിചാരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ആദരവുകൾ നമ്മളെ തേടിയും എത്തും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യഥാവിധം വിശ്വസിച്ച് സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും അടുത്താകുന്ന ബന്ധുക്കളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ വേദിയുമായി ഹൃദയങ്ങൾ ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും നല്ല മുറാദുകളെ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അവർക്ക് ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നുള്ള അഫ്വും ആഫിയത്തും അവർക്ക് കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അവരെയും സൽപ്രവൃത്തികളിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തിൽ അള്ളാഹു നമ്മളെയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.